ശരത്ത് എന്ന് പറയുന്ന ഗെയിമർ എന്നെ റിയാക്ട് ചെയ്തു. നമുക്ക് റിയാക്ടിലേക്ക് പോകാം. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം അല്ലെ? ശരത്തെ, നീ ഗെയിമറൊക്കെ തന്നെയാണ്, പക്ഷെ എന്നെ അറിയില്ല. കാരണം എന്താ പറഞ്ഞാലേ, ഞാൻ ഇന്റർനാഷണൽ കളികളെ കളിക്കുന്നത്. അപ്പൊ നിനക്ക് എന്നെ അറിയാൻ നിന്നോട് ഇനിയിപ്പോ മമ്മൂക്കെ ഏതാ ലാലേട്ടനെ ഏതാ ചോദിച്ചാൽ അറിയില്ല. കാരണം എന്താ, നീ ഗെയിമിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളാണ്. നീ പുറത്തേക്ക് വാ. പുറത്തേക്ക് വരുമ്പോഴാണ് ഓരോ സൂപ്പർ സ്റ്റാറുകളെ അറിയാൻ പറ്റുക. ഇവന്റെ അടുത്ത് മമ്മൂക്കെ ഏതാ, ലാലേട്ടൻ ഏതാ, രാജുവേട്ടൻ ഏതാ, ഷാറൂഖ് ഖാൻ ഏതാ ചോദിച്ചാൽ ഓനെ അറിയില്ല. കാരണം എന്താ, കൊച്ചു കുട്ടിയാണ്. അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ചോദിക്കാൻ അപ്പം ഇതാണ് വിറപ്പിക്കുന്ന ചോദ്യമാണ്. ഈകളെ പറ്റി ധൈര്യം പറയാ. ഇതെന്താ താഴത്തിരിക്കുന്ന ഒരുമാതിരി കുട്ടിക്കൊരുങ്ങിനെ പോലെ ചിരിക്കുന്നത്? എടാ ചന്ദ്ര, ഞാൻ ഉടുതുണി അയച്ചിട്ടൊന്നല്ല നിന്നത്, ഇങ്ങനെ കളിയാക്കി ചിരിക്കേ. അവന്റെ വിചാരം കണ്ട ഞാൻ ഒന്നുമില്ല നിന്നിട്ട് എന്തോ കാണിച്ചു കൂട്ടുകയാണ്. കളിക്കുമ്പോ നിന്നോട് ഞാൻ എപ്പോഴും പറയും, തലത്ത് പോയി കളിക്കണം. എന്ത് വൃത്തിയോടെ ഈ പറയുന്നത്? എന്റെ വിജയണ്ണനെ കുറിച്ച് ഇങ്ങനെയാണ് പറയാ? നായേ, എന്ത് ലോക്കൽ. എടാ, എനിക്ക് നാവും കൊണ്ട് തരിക്കുന്നു. സത്യം പറഞ്ഞ വിജയണ്ണൻ ഞങ്ങൾ എന്താ പഠിപ്പിച്ചറിയോ? മാതാ പിത വിജയണ്ണൻ ഉയർ. അതെന്താ അറിയോ പുള്ളി പറഞ്ഞത്? ആദ്യം അമ്മേനെ റെസ്പെക്ട് ചെയ്യുക, പിന്നെ അച്ഛനെ റെസ്പെക്ട് ചെയ്യുക, എന്നിട്ട് ഇന്നെ റെസ്പെക്ട് ചെയ്യാതെ സ്നേഹിച്ചാൽ മതിയെന്ന്. ആ മനുഷ്യനെ കുറിച്ച് നീ ഇങ്ങനെ തെമ്മാടിത്തരം പറഞ്ഞത്? നായ, എന്ത് വൃത്തികേടാണ് പറയുന്നത്. സത്യം പറഞ്ഞെങ്കിൽ ചൊറിയുന്നുണ്ട്. ഒരു കാര്യമില്ലാണ്ട് നീ ഇപ്പൊ മതി. എന്നെ നീ എന്ത് വേണമെങ്കിൽ പറഞ്ഞു, പക്ഷെ എന്റെ വിജയണ്ണനെ പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. സത്യം പറഞ്ഞു എനിക്കിങ്ങോട്ട് ചൊറിഞ്ഞു വരുന്നു പറഞ്ഞത് കേട്ടോ. ഇവൻ സത്യം പറഞ്ഞത് തിരുവനന്തപുരമാണ്. കൊല്ലത്തുള്ളവരാണ് തിരുവനന്തപുരത്തുള്ള ഒരു സംസ്കാരമില്ല. കാരണം എന്താ പറഞ്ഞാല്, ലേസിനടി, പപ്പടത്തിനടി, ചെറിയ പിള്ളേർ എന്തേലും പറഞ്ഞാല് തള്ളക്ക് പിടി. ഇതാണ് ഇവിടെ സംസ്കാരം. അതിലേതോ ഒരു ജില്ലയിലാണ്. എനിക്ക് മനസ്സിലായി, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ നാട്ടിലുള്ള പ്രശ്നം ഞാൻ പറയുന്നത്. ഞാൻ തിരിച്ച ആളല്ല. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോയി. എനിക്ക് തരുക്കുന്നു. നീ പാലഭിഷേകമല്ല ചെയ്തത്, നീ തേങ്ങാഭിഷേക ചെയ്തത്. സത്യം പറഞ്ഞാൽ എന്ത് തള്ളാടെ തള്ളുന്നു. നീ ഒരു ഫാനാണെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് ഇമ്മാതിരി ഇത് പറയൂ? അദ്ദേഹത്തിന് ഇങ്ങനെ മോശപ്പെടുത്തുന്ന രീതി പറയൂ? നീ എന്നെ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നീ അദ്ദേഹത്തിനെ പറയൂ. നീ ഫാനൊന്നല്ല, നീ വെറും എന്താ പറഞ്ഞാല് അദ്ദേഹത്തിന് തരം താഴ്ത്തിയിട്ട് ഇപ്പൊ സംസാരിച്ചത്. പാലഭിഷേകം പൊന്നു മോനെ ഇഷ്ടം ഇതുന്നു. ഇനി കൊല കൊമ്പം വന്നാലും നമുക്ക് വിഷയമില്ല. എന്റെ രോമത്തിന് ഏൽക്കില്ല. മാരാറിരിക്കുന്ന തട്ടത്താണ് തന്നെ ഇരിക്കും. ഞാൻ ഒരു വാട്ടി സൊന്ന നീയെ പെച്ച് നാണേ കേൾക്ക മാട്ടാ.